ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28-29 തിരുവചനങ്ങൾ. യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? അവൻ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, ചില കൈയെഴുത്തു പ്രതികളിൽ, ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുകളിൽ പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ എന്ന് ചേർത്തിരിക്കുന്നു. ഈ ദൈവവചന ഭാഗം വ്യാഖ്യാനിച്ചുകൊണ്ട് സഭാപിതാവായ വെനറബിൾ ബെയ്ഡ് പറയുന്ന അവസരത്തിൽ ഇതിന് വ്യാഖ്യാനം നൽകുന്നിടത്ത് പ്രാർത്ഥനയും ഉപവാസവും എന്ന് ചേർത്താണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ജെറോം ഈ വചനത്തെ പറ്റി പഠിപ്പിക്കുന്നിടത്തും ഉപവാസത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ആകയാൽ പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ പിശാചുക്കൾ ബഹിഷ്കരിക്കപ്പെടുന്നില്ല. അപ്പോസ്തലന്മാരുടെ സ്വകാര്യമായ പ്രാർത്ഥനയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അവർ ഈശോയോട് പ്രാർത്ഥനയിൽ അന്വേഷിക്കുന്നത്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് പിശാചിനെ ബഹിഷ്കരിക്കാൻ സാധിക്കുന്നില്ല? അതും ഒരു ബാലനെ വളരെ കഠിനമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുഷ്ടാരൂപിയെ ബഹിഷ്കരിക്കാൻ എന്താണ് ഞങ്ങൾക്ക് സാധിക്കാതെ പോയത്? ഈശോ നൽകുന്ന ഉത്തരം വളരെ സ്പഷ്ടമാണ്. പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഇതിനെ ബഹിഷ്കരിക്കാൻ സാധിക്കുകയില്ല. മനോബലം കൊണ്ടോ മനഃശാസ്ത്രപരമായ ഏതെങ്കിലും ചികിത്സാ വിധികൾ കൊണ്ടോ ഒന്നും സാധിക്കില്ല. പ്രാർത്ഥന, ഉപവാസം രണ്ട് ആയുധങ്ങളാണ് പൈശാചിക അരൂപികളെ ബഹിഷ്കരിക്കാൻ സാധിക്കുന്നതിന് നാം കരുതേണ്ടത്. നമുക്കും ഈശോയോട് ചോദിക്കാം, എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരിൽ നിന്ന് പൈശാചിക അരൂപികളെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല? ഉത്തരം വളരെ വ്യക്തമാണ്: പ്രാർത്ഥന, ഉപവാസം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പ്രാർത്ഥന വഴിയായിട്ട് ഒരു മനുഷ്യന്റെ ആത്മാവിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഹങ്കാരം, അലസത തുടങ്ങിയ മൂലപാപങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. ഉപവാസമാകട്ടെ ജഡിക ആസക്തികളിൽ നിന്ന് ഒരു മനുഷ്യനെ മോചിപ്പിക്കുന്നു. അങ്ങനെ മൂലപാപങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രനാവുകയും ജഡിക അഭിലാഷങ്ങളിൽ നിന്ന് മോചിതനാവുകയും ചെയ്ത വ്യക്തി ആത്മശക്തിയാല് പൈശാചിക അരൂപികളോട് ആജ്ഞാപിക്കുമ്പോൾ അവ ബഹിഷ്കരിക്കപ്പെടും. ഇനി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥന വാചികമായിട്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള നിലവിളിയും വാചിക പ്രാർത്ഥനകളും മാത്രമല്ല. വിശ്വാസത്തിൽ അടിയുറച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുമാണ് പ്രാർത്ഥന. വാചികമായ പ്രാർത്ഥനയുണ്ട്, അതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹ വിരുന്നില് അവിടുത്തെ പരിചാരകരോട് പറഞ്ഞത്, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്നാണ്. ഈ പരിചാരകരാരും വാചികമായ ഒരു പ്രാർത്ഥനയും ചൊല്ലുന്നില്ല. അവര് ഈശോ പറഞ്ഞത് കേട്ട് ധരണികളിൽ വെള്ളം നിറയ്ക്കുകയാണ്. അവർ പ്രവൃത്തിയാണ് ചെയ്തത്, ഈശോയോടുള്ള അനുസരണത്തിൻ്റെ പ്രവൃത്തി. ആ പ്രവൃത്തികളുടെ മേല് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥന എന്നാൽ വാക്കുകൾ കൊണ്ട് പറയുന്നത് മാത്രമല്ല, അതൊരു ഭാഗം മാത്രമാണ്. എന്നാൽ അനുസരണത്തിൻ്റെ പ്രവൃത്തികളാണ്. കർത്താവിൻ്റെ വചനത്തോട് കാണിക്കുന്ന അനുസരണത്തിൻ്റെ പ്രവൃത്തികൾ പ്രാർത്ഥനയാണ്. അങ്ങനെയാണ് തെസ്സലോനിക്കരോട് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഇടവിടാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവ തിരുമനസ്സിനുള്ള അനുസരണത്തിൻ്റെ പ്രവൃത്തികളാകുമ്പോൾ അത് പ്രാർത്ഥനയായിത്തീരുന്നു. ഇടവിടാത്ത പ്രാർത്ഥന. അങ്ങനെ നമ്മുടെ ഉറക്കവും നമ്മുടെ വിശ്രമവും നമ്മുടെ അധ്വാനവും നമ്മുടെ ജോലിയും എല്ലാം പ്രാർത്ഥനയായിത്തീരും. ഉപവാസമാകട്ടെ നമ്മുടെ ജഡിക പ്രവണതകളിൽ നിന്നുള്ള തിരിച്ചുവരവാണ്, ജഡിക അഭിലാഷങ്ങളുടെ മേലുള്ള വിജയമാണ്. ഈ രണ്ട് കാര്യങ്ങൾ നേടുന്ന ഒരു വ്യക്തിക്ക് തിന്മയുടെ അരൂപികളുടെ മേൽ, പൈശാചിക അരൂപികളുടെ മേൽ, അത് അവനവനെ തന്നെ പീഡിപ്പിക്കുന്നതായാലും മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നതായാലും അതിനെ പരാജയപ്പെടുത്താൻ സാധിക്കും. സഭാപിതാക്കന്മാർ വീണ്ടും ചേർക്കുന്നു, ദുഷ്ടനായ പിശാചിനെ നേരിടുവാനും ദുഷ്ടത നിറഞ്ഞ ആക്രമണകാരികളായ മനുഷ്യരെ നേരിടുവാനും
ഈ 2 ആയുധങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മെ ആക്രമിക്കാൻ അല്ലെങ്കിൽ സഭയെ ആക്രമിക്കാനൊക്കെ കോപ്പുകൂട്ടുന്ന തിന്മ നിറഞ്ഞ മനുഷ്യരുടെ പ്രവൃത്തികളെ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് നേരിട്ട് തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കും. മനുഷ്യരെ നേരിട്ട് പീഡിപ്പിക്കുന്ന പൈശാചിക അരൂപികളെ ബഹിഷ്കരിക്കുവാനും ഉപവാസവും പ്രാർത്ഥനയുമാണ് ആയുധം. ഈശോ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.